ലോകമെമ്പാടുമുള്ള എല്ലാ ട്രാവൽ പ്രേമികൾക്ക് വേണ്ടി ഇന്ന് നമ്മുടെ ജീവൻ ബീച്ചോന്റെ പുതിയ റേഡിയോയിലേക്ക് സാറും. അപ്പം ഇന്ന് നമ്മൾ പോണത് കൊച്ചി യൂണിവേഴ്സിറ്റി കുസാറ്റിലേക്കാണ്. അപ്പം ഇന്ന് എൻ്റെ അപ്പുച്ചേട്ടൻ കോൺവെക്കേഷൻ ആയിരുന്നു. അപ്പം 5 കൊല്ലത്തെ ക്ഷീണം, 5 കൊല്ലത്തിൻ്റെ പഠിപ്പിൻ്റെ ക്ഷീണം, പഠനത്തിൻ്റെ ക്ഷീണം അപ്പുച്ചേട്ടൻ വെള്ളത്തിലേക്ക് ഒഴുക്കി കളയണ നിമിഷങ്ങളാണ് നിങ്ങളീ കാണുന്നത് കാര്യം. അപ്പം അതിൻ്റെ കോൺവെക്കേഷൻ്റെ പരിപാടിക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു, അമ്മയും പോയിട്ടുണ്ടായിരുന്നു, പപ്പയും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ മൊത്തം 43 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 4-5 പേര് വന്നില്ല. അപ്പം അവിടെ ചെന്നപ്പം ദേശീയ ഗാനമൊക്കെ കഴിഞ്ഞ് എൻ്റെ അപ്പുചേട്ടനും പിന്നെ ചേട്ടന്മാരൊക്കെ വന്നു. ഈ സംസാരിക്കണ കുസാറ്റിലെ പ്രൊഫസറാണ്. അപ്പം ഇത് കൊടുക്കണ കുസാറ്റിലെ പ്രൊഫസറാണ്. അപ്പം എൻ്റെ അപ്പുചേട്ടനിൽ നിന്ന് വാങ്ങി. അപ്പം ഞാനതൊക്കെ ഇരുന്ന് കാണുകയാണ്. അപ്പം അപ്പുചേട്ടൻ മാത്രമല്ലായിരുന്നു കേട്ടോ, മൊത്തം 43 പിള്ളേരും വാങ്ങി. ഇതിൻ്റെ ഒരു റീഡിയോ എടുത്തത് ഞാനാണ്. അപ്പം ആ റീഡിയോ മാത്രം അതിനകത്ത് കിട്ടിയില്ല. അപ്പം കണ്ട കഴിച്ച എൻ്റെ അപ്പുചേട്ടൻ വാങ്ങണ്ട. അപ്പം 5 കൊല്ലത്തിൻ്റെ ക്ഷീണം അപ്പുചേട്ടൻ അങ്ങ് വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പ്ലജൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഏറ്റവും മുന്നേ വന്ന് നിന്നു. അപ്പം ഈ ഇരിക്കണത് സെറീന ടീച്ചറാണ്. അപ്പം ഇവരെ ടീച്ചറാണ് കേട്ടോ. ഇതാണ് മൊത്തം ബാച്ച്, അവരുടെ മൊത്തം സ്റ്റുഡൻസിൻ്റെ എണ്ണം. അത് കഴിഞ്ഞപ്പോൾ ഇവർ തൊപ്പിയൊക്കെ അറിഞ്ഞു. അപ്പം അതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർ 43 പേരും കൂടെ ഉള്ള ഫോട്ടോ എടുത്തു. അത് കൂടെ കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? ഞാൻ തൊപ്പി വെച്ചത്, എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തൊപ്പി വെച്ചു അപ്പുചേട്ടൻ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പം ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ലഡുവും സമോസയും ഒരു ചീസ് കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമി